ഇറാൻ US ചർച്ച പരാജയമായതിനു പിന്നാലെ സൗദി അറേബ്യ സന്ദർശിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് ഷെരീഫ് എത്തുന്നതെന്നതാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തന്നെ പാക് പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുമെന്ന് ജിയോ ന്യൂസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെ ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ടാണോ സന്ദർശനം എന്നതും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാൻ US ചർച്ചകൾ ഫലം കാണാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ക്ഷണം ഉണ്ടായിരിക്കുന്നതായി തന്നെ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇറാൻ US വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിൽ പോലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമൊന്നും തന്നെ ആയിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സൗദി സന്ദർശനം ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ US സെന്ററുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇറാൻ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും സംഘർഷങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച കഴിഞ്ഞ ദിവസം മുതൽ, അതായത് ശനിയാഴ്ച മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ 21 മണിക്കൂർ നീണ്ടു നിന്നെങ്കിൽ പോലും ഒരു കരാറിൽ പോലും എത്താൻ സാധിക്കാതെ തന്നെ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ചർച്ചയ്ക്ക് ശേഷം ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും ഉൾപ്പെടെയുള്ള എല്ലാ സമുദ്ര ഗതാഗതവും ഉപരോധിക്കുമെന്ന് US സൈന്യം പ്രഖ്യാപനം നടത്തിയിരുന്നു. അതേപോലെ റിയാദ് സന്ദർശന വേളയിൽ പ്രധാന പ്രാദേശിക അന്തർദേശീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പാക് പ്രധാനമന്ത്രി ഇവിടെ കൂടിയാലോചനകൾ നടത്തിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സൗദിയും ഖത്തറും പാകിസ്ഥാന് $5 ബില്യൺ സഹായം പ്രഖ്യാപിച്ചതിനു ശേഷം സാമ്പത്തിക സഹകരണവും പ്രധാന ചർച്ചയായേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം പ്രതിരോധ സേനാ മേധാവി അസീം മുനീർ, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ധർ, സ്പെഷ്യൽ അസിസ്റ്റന്റ് സായിദ് താരിഖ് ഫത്തേമി എന്നിവരും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഷെഹബാസ് ഷെരീഫിനൊപ്പം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ഉടമ്പടി പ്രകാരം സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തന്നെ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും സൗദി അറേബ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബറിൽ ഒപ്പുവെച്ച കരാറാകട്ടെ ഇരു രാജ്യങ്ങൾക്കുമെതിരായ ഏതൊരാക്രമണത്തെയും അത് ഇരുവർക്കുമെതിരായ ആക്രമണമായി തന്നെ കണക്കാക്കാൻ ഇരുപക്ഷത്തെയും അവർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഇതിനു മുൻപേ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.